സ്വഹീഹുൽ ബുഖാരി ദർസ് 123 കിതാബുൽ വുദൂ അടുത്ത അധ്യായം. ബാബു ഗസ്ലി ദമി, രക്തം കഴുകിക്കളയുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഹദീസ് നമ്പർ 227. حدثنا محمد بن المثنى قال حدثنا يحيى عن هشام قال حدثتني فاطمة عن أسماء قالت, അസ്മാ റളിയല്ലാഹു അൻഹ അവരിൽ നിന്നുള്ള നിവേദനമാണ്. അവർ പറഞ്ഞു, ജാഅത് ഇംറഅത്തുൻ അൻ-നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്നു. ഫഖാലത്, എന്നിട്ട് അവൾ പറഞ്ഞു, അറഅയ്ത യഹ്ദാന തഹീദു ഫി الثوബി കൈഫ തസ്ന, ഞങ്ങളിൽ ഒരുത്തിക്ക്, അതായത് സ്ത്രീകളിൽ ഒരാൾക്ക് വസ്ത്രത്തിൽ ഹൈദിന്റെ രക്തം പുരണ്ടാൽ എന്താണ് അവൾ ചെയ്യേണ്ടത്? ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹുത്തുഹു, അത് അവൾ എന്ത് ചെയ്യണം? ചുരണ്ടണം. സുമ്മ തഖറുസുഹു ബിൽ മായി, എന്നിട്ട് വെള്ളം കൊണ്ട് അവളത് കഴുകിക്കളയണം. വതൻബഹുഹു, എന്നിട്ട് അതിൽ വെള്ളം തെളിക്കണം, ശരിക്ക് പൂർണ്ണമായിട്ട് ആ രക്തം കഴുകിക്കളയണം എന്നർത്ഥം വസ്ത്രത്തിൽ നിന്ന്. തുസല്ലി ഫീഹി, എന്നിട്ട് ആ വസ്ത്രം ഉപയോഗിച്ച് അവൾക്ക് നിസ്കരിക്കാവുന്നതാണ് എന്നർത്ഥം. അതായത് രക്തം പുരണ്ട വസ്ത്രത്തിൽ രക്തം പുരണ്ടാൽ, അത് ഹൈദിന്റെ രക്താണെങ്കിലും മറ്റെന്ത് രക്താണെങ്കിലും ഒക്കെ അത് കഴുകിക്കളയണം എന്നതാണ്, അത് ശുദ്ധിയാകാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളം കൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കണം എന്നതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം. വസ്ത്രത്തിൽ രക്തം പുരണ്ടാൽ, രക്തമായാൽ വെള്ളം കൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കണം എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ, ഒരു ന്യൂനപക്ഷം, വെള്ളമല്ലാത്ത മറ്റു ദ്രാവകങ്ങളും ഉപയോഗിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ശരിയായൊരു വീക്ഷണമല്ല. അതിന് അവർ തെളിവായിട്ട് പറയുന്ന ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസാണ്. യഥാർത്ഥത്തിൽ ആ ഹദീസിൽ അങ്ങനെ ഒരു തെളിവ് കിട്ടില്ല. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ കാന ലി ഇഹ്ദാന ഇല്ലാ സൗബുൻ വാഹിദുൻ തഹീദു ഫീഹി, ഞങ്ങൾക്ക്, അതായത് ഞങ്ങളുടെ ഒരുത്തിക്ക് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നബി പത്നിമാർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് ഒരു വസ്ത്രമല്ലാതെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹൈദ് സമയത്തും അതാണ് ഉണ്ടായിരുന്നത്. ഫഇൻ അസാബഹു ഷൈഉൻ, ആ വസ്ത്രത്തിൽ വല്ലതും സംഭവിച്ചാൽ, മിൻ ദമിൻ, രക്തത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വല്ല രക്തവും പറ്റിയാൽ, വസ്ത്രത്തിൽ രക്തം പുരണ്ടാൽ, ബല്ലത്തുഹു, അവർ അത് എന്ത് ചെയ്യും? നബി പത്നിമാരെന്ത് ചെയ്യും? അത് നനക്കും. ബിരീഖിഹ, അവരുടെ രീഖ്, ഉമിനീർ കൊണ്ട്. സുമ്മ ഖസാതുഹു ബിരീഖിഹ, എന്നിട്ട് ആ ഉമിനീർ കൊണ്ട് തന്നെ അത് ഉരച്ച് കളയുമായിരുന്നു എന്നാണ്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കഴുകില്ല എന്നില്ല. തൽക്കാലം ആ രക്തം, അതിൻ്റെ അസറ്, അതിൻ്റെ അടയാളം പോകാൻ വേണ്ടിയിട്ട് അത് ഉമിനീര് കൊണ്ട് നനച്ചിട്ട് അത് ഉരച്ച് കളയും എന്നാണ് പറഞ്ഞത്. അതല്ലാതെ പിന്നീട് കഴുകിയിരുന്നില്ല എന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവില്ല. മാത്രമല്ല മറ്റ് ഹദീസുകൾ കഴുകുന്ന കാര്യം പ്രത്യേകം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഉമിനീര് ഉപയോഗിച്ച് ചുരണ്ടിക്കളയും, എന്നിട്ട് പിന്നീട് നിസ്കാരത്തിന് മുമ്പായി അവർ വെള്ളം കൊണ്ട് കഴുകുകയും ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർക്ക്, പ്രത്യേകിച്ച് ആദ്യകാലത്ത് വളരെ പ്രയാസത്തിലായിരുന്നവർ, ഒരു വസ്ത്രമൊക്കെ തന്നെ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരു വസ്ത്രം മാറ്റിയെടുക്കാൻ വേണ്ടി മറ്റൊരു വസ്ത്രം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രയാസമുള്ളൊരു കാലഘട്ടമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. പിന്നീട് കുറെ കൂടി സൗകര്യങ്ങൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹദീസ് നമ്പർ 228. حدثنا محمد قال حدثنا أبو معاوية حدثنا هشام بن عروة عن أبيه عن عائشة قالت, ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ നിന്നുള്ള നിവേദനം, അവർ പറഞ്ഞു, ജാഅത്ത് ഫാത്തിമത്തു ഇബ്നത്തു അബി ഹുബൈഷ്, അബൂ ഹുബൈഷിന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നു. ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക്. ഫഖാലത്ത്, എന്നിട്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഇംറഅത്തുൻ ഉസ്തഹാദു ഫലാതുഹു, ഞാൻ ഒരു ഇസ്തിഹാദത്തുള്ള സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ രോഗരക്തം. നിശ്ചിത ദിവസം ഹൈദിന്റെ പീരീഡ് കഴിഞ്ഞിട്ട് വീണ്ടും രക്തം പുറപ്പെടുന്ന സ്ത്രീക്ക് എങ്കിൽ അതിന് ഇസ്തിഹാദത്ത്, രോഗരക്തം എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്.
അത് ഹൈളല്ല, മെൻസസ് അല്ല, ആർത്തവമല്ല. ഫലാത്തുഹുറു, അപ്പൊ ഞാൻ ശുദ്ധിയാകുന്നേ ഇല്ല. അപ്പൊ അതവസ്വര, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിസ്കാരം ഉപേക്ഷിക്കണോ? അതായത് ഇസ്തിഹാദത്തുള്ള പീരീഡ് നിസ്കാരം ഉപേക്ഷിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഹൈദുള്ള പീരീഡ് അല്ല, ഹൈദ് കഴിഞ്ഞിട്ട് വീണ്ടും രോഗരക്തം വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ സമയത്ത് ഞാൻ നിസ്കാരം ഉപേക്ഷിക്കണോ എന്നാണ് ചോദ്യം. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അങ്ങനെയല്ല. ഇന്നമാ ദാലിക ഇർഖുൻ, അതൊരു ഇർഖാണ്. എന്ന് പറഞ്ഞാൽ ഇർക്ക് എന്ന് പറഞ്ഞാൽ ഞരമ്പ് എന്നൊക്കെ പറയാം. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് രക്തക്കുഴൽ പൊട്ടിയിട്ട് വരുന്ന രക്തമാണ്. അത് രോഗരക്താണ്. അങ്ങനെ വരുന്നൊരു രോഗരക്താണ്. വലൈസ ബി ഹൈദിൻ, ഇത് ഹൈദല്ല, മെൻസസ് അല്ല. ഇതാ അക്ബലത്തെ ഹൈദത്തുക്കി ഫദാഇ സ്വല, നിനക്ക് ഹൈദ് വന്നാൽ നീ എന്ത് ചെയ്യുക? നിസ്കാരം ഉപേക്ഷിക്കുക. ഇതാ അദ്ബറത്ത്, ഹൈദ് പോയി കഴിഞ്ഞാൽ, പറഞ്ഞാൽ ഹൈദ് പോയി കഴിഞ്ഞാൽ, ഹൈദ് നിന്നു എങ്കിൽ ഫഗ്സിലി അൻകി അദ്ദമ, അപ്പോൾ എന്താണ്? നീ രക്തം കഴുകിക്കളയണം, എന്നിട്ട് കുളിക്കണം. സുമ്മ സ്വല്ലി, പിന്നെന്ത് ചെയ്യണം? നിസ്കരിക്കണം. സുമ്മ സ്വല്ലി. ഖാല, ഹദീസ് റിപ്പോർട്ടർ ഹിഷാം എന്നവർ പറയുന്നത്, ഖാല അബി, എൻ്റെ പിതാവ് പറഞ്ഞു, അതായത് ഉർവത്ത് ബിൻ സുബൈർ എന്നവർ പറഞ്ഞു, സുമ്മ തവദ്ദഇ, പിന്നെ നീ വുളൂ ചെയ്യണം. അതായത് സ്ത്രീകളോടുള്ള നിർദ്ദേശമാണ്. ലിക്കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും, ഹത്താ യജീഅ ദാലിക്കൽ വഖ്ത്, ആ സമയം വരുന്നത് വരെ. എന്ന് പറഞ്ഞാൽ ഓരോ ഫർദ് നിസ്കാരത്തിനും ഇസ്തിഹാദത്തുള്ള സ്ത്രീ എന്ത് ചെയ്യണം? പ്രത്യേകം പ്രത്യേകം വുളൂ ചെയ്യണം. അപ്പൊ ഹൈദുള്ള സ്ത്രീക്ക് നിസ്കരിക്കാൻ പറ്റില്ല. അവർക്ക് അതിൽ നിന്ന് ശുദ്ധിയായാലും അവരെന്ത് ചെയ്യണം? ഹൈദ് സ്റ്റോപ്പായാലും കുളിച്ചിട്ട് എടുത്ത് നിസ്കരിക്കണം. ഇസ്തിഹാദത്തുള്ള സ്ത്രീക്ക് നിസ്കാരം ഹൈദുള്ള സ്ത്രീയെ പോലെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണം? അവർ ഓരോ വക്തത്തിനും പ്രത്യേകം പ്രത്യേകം വുളൂ ചെയ്യണം. വുളൂ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ആദ്യം യോനി പിന്നെ കഴുകി വൃത്തിയായിട്ട് രക്തം, അപ്പുള്ള രക്തം പൂർണ്ണമായിട്ട് കഴുകി വൃത്തിയാക്കുക. എന്നിട്ട് തുണി കഷ്ണമോ പാഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കെട്ടിയ ശേഷം വുളൂ ചെയ്യുക. വുളൂ ചെയ്തിട്ട് ഫർദ് നിസ്കരിക്കുക. പിന്നീട് അടുത്ത ഫർദ് നിസ്കാരം ആകുമ്പോൾ വേറെ വുളൂ ചെയ്യണം. ആ വുളൂ മുറിഞ്ഞിട്ടില്ലെങ്കിലും വേറെ വുളൂ ചെയ്യണം. അതായത് മൂത്രവാർച്ചക്കാരെ പോലെ, മൂത്രവാർച്ചക്കാരൻ ആയിട്ടുള്ള ഒരാൾ, മൂത്രവാർച്ചക്കാരി ആയിട്ടുള്ള ആള് ആണെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, അവർക്ക് മൂത്രം ഇടക്കിടക്ക് ഇങ്ങനെ ഇറ്റിക്കൊണ്ടിരിക്കും. അത് മൂത്രം നിൽക്കില്ല, കുറേശ്ശെ കുറേശ്ശെ മൂത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് നിസ്കരിക്കുന്നതിന് വിധി എന്ന് പറഞ്ഞാൽ, അവർ നിസ്കാര സമയത്ത് ഇത് പിന്നെ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? കഴുകിക്കളയാം. അപ്പോൾ ഉള്ള മൂത്രം കഴുകിക്കളയാം. എന്നിട്ട് പിന്നെ കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് ഉളു എടുക്കുക, നിസ്കരിക്കുക. എന്നിട്ട് അടുത്ത നിസ്കാര സമയം ആകുമ്പോൾ വീണ്ടും പിന്നെ ഉളു എടുക്കണം എന്നതാണ്. അതേ വിധിയാണ് ഇസ്തിഹാദത്തുള്ള സ്ത്രീക്കും ബാധകമാകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് പല സ്ത്രീകൾ ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. ഇസ്തിഹാദത്ത്, അത് ഹൈള എന്നുള്ള കണക്കിന് നിസ്കാരം ഉപേക്ഷിക്കുന്നത് ശരിയല്ല. ഹൈള് എന്ന് പറഞ്ഞാൽ അത് നിശ്ചിത പീരീഡിലായിരിക്കും. ചിലപ്പോൾ ചില ഇറഗുലാരിറ്റി ഒക്കെ ഉണ്ടാവാം. എന്നാലും 15 ദിവസത്തിൽ കൂടുതൽ ഒക്കെ രക്തം കാണുന്നുണ്ടെങ്കിൽ അത് ഇസ്തിഹാദത്തായിട്ട് പരിഗണിക്കാം.